നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡ് ലാ ലീഗയിൽ ഒന്നാം സ്ഥാനത്ത് വിരാജിക്കുകയാണ്. അത് തുടരുന്നു. ഏകപക്ഷീയമായ ഒറ്റ ഗോളിൻ്റെ ജയമാണ് ഗെറ്റാഫയ്ക്ക് മേൽ അവർ നേടിയിരിക്കുന്നത്. ഇതൊരു ഹാർഡ് ഫോർട്ട് വിൻ എന്ന് പറയേണ്ടി വരും. നല്ല പോരാട്ടം നടന്നു. പക്ഷേ ആധിപത്യം റയൽ മാഡ്രിഡിന് തന്നെയായിരുന്നു. എതിരാളികളുടെ 2 താരങ്ങൾക്ക് റെഡ് കാർഡ്. ഒരാൾ കളിക്കളത്തിലേക്ക് ഇറക്കി വന്ന ഉടനെ തന്നെ വിനി ഒരു കാര്യവുമില്ലാതെ ഫൗൾ ചെയ്യുന്നു. റഫറി റെഡ് കാർഡ് എടുത്ത് വീശി. പ്രൊട്ടസ്റ്റ് ചെയ്തു ഗെറ്റാഫെ താരങ്ങൾ. ഒരു മാറ്റവുമില്ല, റെഡ് കാർഡ് തന്നെ. പിന്നെ അതിനുശേഷം വീണ്ടും വിനിയെ ഫൗൾ ചെയ്തതിന് മറ്റൊരാൾ കൂടി റെഡ് കാർഡ് കണ്ടുപോയി. വിനി ഗോൾ അടിച്ചിട്ടില്ല, ശരിയാണ്, പക്ഷേ അസിസ്റ്റ് ഇല്ല. എന്നാൽ പോലും ഈ കളിയിൽ അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് അൺഡിനേബിൾ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. മത്സരത്തിൽ കിലിൻ എംബാപ്പയാണ് റയൽ മാഡ്രിഡിൻ്റെ വിജയ ഗോൾ കണ്ടെത്തിയത്. കളിയിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് എംബാപ്പയും റോഡ്രിഗോയും ബെല്ലിംഗാമും മസ്റ്റൻഡൂനയും ഒക്കെയാണ് ആദ്യ 11-ൽ ഇറങ്ങിയത്. എന്തായാലും കളിയുടെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. തീർച്ചയായിട്ടും റയൽ മാഡ്രിഡിന് തന്നെയായിരുന്നു ആധിപത്യം. എന്നാൽ ഗോളകന്നു നിന്നു. രണ്ടാം പകുതിയിൽ മത്സരങ്ങൾ പുരോഗമിക്കവേ വിനി ജൂനിയർ കളിക്കളത്തിലേക്ക് വരുന്നു. വിനി ജൂനിയർ 55-ാമത്തെ മിനിറ്റിൽ മാസ്റ്റൻഡൂനോക്ക് പകരക്കാരനായിട്ട് കളിയിലേക്ക് വരുന്നു. അത് എതിരാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നീക്കങ്ങളുമായിട്ട് അദ്ദേഹം തൻ്റെ സാന്നിധ്യം അറിയിച്ചു. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് കളിയുടെ 76-ാമത്തെ മിനിറ്റിൽ അലൻ നിയോം കളിക്കളത്തിലേക്ക് വരുന്നത്. വന്ന പാടെ തന്നെ വിനീഷ്യസിനെ ഫൗളും ചെയ്തു. റെഡ് കാർഡ് വാങ്ങി അയാൾ തിരികെ പോയി. ഒരാളെണ്ണം കുറഞ്ഞത് തീർച്ചയായിട്ടും കൃത്യമായിട്ട് റയൽ മാഡ്രിഡ് മുതലെടുത്തു. ഗ്യൂളറുടെ അസിസ്റ്റിൽ നിന്ന് കിലിൻ എംബാപ്പയുടെ ഗോൾ പിറക്കുന്നു. എംബാപ്പ ഇപ്പോൾ കളിക്കാൻ ഇറങ്ങിയ ഗോൾ അടിക്കുക എന്നുള്ള സ്ഥിരം പരിപാടിയാക്കി മാറ്റിയിട്ടുണ്ട്. റയൽ മാഡ്രിഡ് ലീഡെടുത്തു. അതിന് പിന്നാലെ 84-ാമത്തെ മിനിറ്റിൽ അടുത്ത റെഡ് കാർഡ്. ഇത്തവണയും വിനിയെ ഫൗൾ ചെയ്തതിനാണ്. അലക്സ് സാങ്ക്രിസിനാണ് ഇത്തവണത്തെ റെഡ് കാർഡ് കിട്ടിയത്. അത് രണ്ടാമത്തെ യെല്ലോ ആയി. അങ്ങനെ റെഡ് കാർഡായിട്ട് അയാളും പുറത്തു പോയതോടെ 9 പേരായിട്ട് ചുരുങ്ങിയിരുന്നു. ഗെറ്റാഫെ കളി അവസാനിക്കും. എന്തായാലും ഏകപക്ഷീയമായ ഒറ്റ ഗോളിൻ്റെ വിജയം നേടിയ റയൽ മാഡ്രിഡ് 9 കളിയിൽ നിന്ന് 24 പോയിൻറ്റുമായിട്ട് ലാ ലീഗയിൽ ഒന്നാം സ്ഥാനത്ത് വിരാജിക്കുകയാണ്. 9 കളികളിൽ നിന്ന് 22 പോയിൻ്റുള്ള FC ബാഴ്സലോണയാണ് രണ്ടാമത്. ഇനി യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഒരു പോരാട്ടമൊക്കെ കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ലാ ലീഗയിലെ എൽ ക്ലാസിക്കോയാണ്. അന്നറിയാം ഈ 2 ടീമുകളിൽ ഒന്നാം സ്ഥാനത്തിന് യഥാർത്ഥ അവകാശി ആരാണ്. അന്ന് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.